രാജ്യത്തെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുകളിലെ മുഖ്യ സൂത്രധാരനും രാജ്യാന്തര കുറ്റവാളിയുമായ ലിങ്കൺ ബിശ്വാസിനെ കുടുക്കി കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ്. പശ്ചിമബംഗാളിലെ ബി.ജെ.പി. നേതാവും യുവമോർച്ച കൃഷ്ണഗഞ്ച് മണ്ഡലം പ്രസിഡന്റുമായ ലിങ്കൺ ബിശ്വാസ് അറസ്റ്റിലായി. കാക്കനാട് സ്വദേശിയായ റിട്ടയർഡ് പ്രൊഫസറിൽ നിന്ന് 4.12 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. 15 അക്കൗണ്ടുകളിൽ നിന്ന് ലിങ്കൺ ബിശ്വാസ് പണം തട്ടിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഏത് അക്കൗണ്ടിൽ കൂടാണ് പൈസ പോയത്, ആ അക്കൗണ്ടുകളിൽ ഏകദേശം 1,32,00,000 ഫ്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പൈസ എല്ലാം നമ്മൾ സീസർ മഹസർ പ്രകാരം സീസ് ചെയ്തിട്ട് അത് കോടതിക്ക് കൊടുത്തിട്ട് ശേഷം കോടതിയുടെ ഓർഡർ കൂടെ ഈ 1,32,00,000 വിക്ടിംക്ക് തിരിച്ചു കൊടുക്കണമെന്ന ഓർഡറായി. അതിനകത്ത് 35 ലക്ഷം നമുക്ക് വിക്ടിംക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പൈസ വേറെ കേസിലേക്ക് വേണ്ടിയും ഫ്രീസ് ചെയ്ത് പെട്ടിട്ടുള്ളത് കൊണ്ട് ആ പൈസ ഇനി തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു യുവമോർച്ചയുടെ അതിനകത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇൻസ്പെക്ടർ സന്തോഷ് എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അങ്ങോട്ടേക്ക് അയച്ചു. ACP മുരളിയാണ് ഇതെല്ലാം അവരെ പിടിച്ചു കൊണ്ടുവരുന്ന ഓപ്പറേഷനെല്ലാം നോക്കുന്നത്. അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടി ലോക്കൽ പോലീസിൻ്റെ നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്. ഉമേഷ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, രാജ്യാന്തര കുറ്റവാളിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ബി.ജെ.പി. നേതാവാണ് ലിങ്കൺ ബിശ്വാസ്. പശ്ചിമബംഗാളിലെ അവിടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയൊക്കെയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന ആൾ കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 15 അക്കൗണ്ടുകളിൽ നിന്ന് ഇയാൾ പണം തട്ടിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എത്ര രൂപ ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട്? ഈ പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ എങ്ങനെയാണ്? മനു, ഈ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക അറസ്റ്റിന് ശേഷമാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടത്. ഈ ലിങ്കൺ ബിശ്വാസിൻ്റെ ഒരു പശ്ചാത്തലം സംബന്ധിച്ചാണ് അദ്ദേഹം വിവരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 15 അക്കൗണ്ടുകൾ വഴി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയതാണ്. പക്ഷേ തട്ടിപ്പിൻ്റെ വ്യാപ്തി വലുതാണ്. ഇതിലേറെ അക്കൗണ്ടുകൾ വഴി ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതിന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. നിലവിൽ ഈ തട്ടിപ്പിലൂടെ സമാഹരിച്ച ആ തട്ടിപ്പ് പണം 1,32,00,000 രൂപ അത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് തുക ഈ തട്ടിപ്പിനിരയായവർക്ക് തിരിച്ചു നൽകുന്ന ആ പ്രക്രിയ തുടരുകയാണ്. ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ തിരികെ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി തുകയും നൽകും. ഇതിലൊരു പ്രതിസന്ധി ഈ തട്ടിയെടുത്ത പണം ബിറ്റ്കോയിനാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് മരവിപ്പിക്കാനുള്ള നടപടികൾ ഏറെ സങ്കീർണമാണെങ്കിലും കഴിയുന്ന രീതിയിൽ ഈ തട്ടിപ്പ് പണം കണ്ടെത്തി മരവിപ്പിച്ച് അത് കോടതി നിർദ്ദേശപ്രകാരം ഈ തട്ടിപ്പിനിരയായവർക്ക് മടക്കി നൽകുക എന്നുള്ളത് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ലിങ്കൺ ബിശ്വാസിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് വിവരിച്ചു. ബംഗാളിൽ യുവമോർച്ച പ്രവർത്തകനാണ് ഇയാൾ എന്നുള്ളത് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവിടെ കൃഷ്ണഗഞ്ച് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡൻ്റാണ് ഈ ലിങ്കൺ ബിശ്വാസ്. സ്വാധീനമുള്ളയാളാണ്. അതുകൊണ്ട് ഇയാളെ പിടികൂടുക അത്ര എളുപ്പമായിരുന്നില്ല. എങ്കിലും അവിടുത്തെ ലോക്കൽ പോലീസ് നന്നായി സഹായിച്ചു. ആ ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടെയാണ് ഈ ലിങ്കൺ ബിശ്വാസിനെ പിടികൂടാൻ കഴിഞ്ഞത്, ഇയാളെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇയാൾ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തട്ടിപ്പ് പണം അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരിലേക്ക് പോയിട്ടുണ്ടോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. അക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കും എന്നുള്ളതാണ്. അങ്ങനെ പണം പോയിട്ടില്ല എന്ന് പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാകും. അക്കാര്യം സമഗ്രമായി അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇയാൾ കേരളത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. 5ഓ 6ഓ സംസ്ഥാനങ്ങളിൽ ഇയാൾ ഇങ്ങനെ സഞ്ചരിച്ചാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. നിരവധി അക്കൗണ്ടുകൾ ഇങ്ങനെ രൂപീകരിച്ച ശേഷമാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഇയാൾ ഈ കേസിലെ 3ാം പ്രതിയാണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രധാന പ്രതിയാണ്, പക്ഷേ അയാൾ തന്നെ 3ാം പ്രതിയാകുന്നു എന്ന് പറയുമ്പോൾ ഇതിലും വലിയ തട്ടിപ്പ് വീരന്മാർ ഇനിയും ഈ സംഘത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. അവരിലേക്ക് എത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിന് ഇയാളെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യണം.
ഈ കൂടുതൽ ഇപ്പോൾ നിലവിൽ 15 അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ മാത്രം ഈ കൊച്ചിയിൽ മാത്രം 25 കോടിയുടെയൊക്കെ തട്ടിപ്പ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് കൃത്യത്തുക പോലീസ് പറയുന്നില്ല. ഇയാൾ എത്ര കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളത് കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 25 കോടിയുടെ തട്ടിപ്പ് ഈ കൊച്ചിയിൽ മാത്രം നടത്തിയിട്ടുണ്ട്. നിലവിൽ ഒരു കേസിലാണ് ഇപ്പോൾ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഈ കാക്കനാട് സ്വദേശിനിയായ റിട്ടയർഡ് പ്രൊഫസറുടെ പരാതിയിലെടുത്ത ആ കേസിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഉറപ്പായും മറ്റ് കേസുകൾ ഇയാളെ സംബന്ധിച്ചുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിലേക്കാണ് പോലീസ് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മനു. ശരി.